ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? അപ്പോൾ ഞാൻ അധികം കാണുന്നൊരു ക്വസ്റ്റ്യനാണ്, ഇനി പഠിച്ചാൽ BFA കിട്ടുമോ എന്നുള്ളത്. കാരണം BFAയുടെ എക്സാം ഡേറ്റൊക്കെ വന്നല്ലോ. നിങ്ങൾക്കൊരു കാര്യം അറിയുമോ? ഈ പഠനം എന്നുള്ളത് ഈസി ആണെന്ന് വിചാരിക്കരുത് കേട്ടോ. അതായത് എന്തെന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് പഠിക്കേണ്ടി വരും. അപ്പോൾ അതിനു വേണ്ടി നിങ്ങളെടുക്കുന്ന സമയം, നിങ്ങളെടുക്കുന്ന ഹാർഡ് വർക്ക്, സ്മാർട്ടായിട്ടുള്ള അപ്രോച്ച്, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വിജയത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു ദിവസം 5-6 മണിക്കൂർ മാറ്റി വെക്കാനുണ്ടെങ്കിലും അതുപോലെ അതിനുള്ള സിറ്റുവേഷനും വേണേ, അതുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞാനീ പറയുന്ന ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാനീ പറയാൻ പോകുന്ന കാര്യം ആദ്യം നിങ്ങൾ 1 വീക്ക് ട്രൈ ചെയ്യാം, എന്നിട്ടൊരു എക്സാം എഴുതുക. മാർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആവുന്നുണ്ട് എന്ന് അവനവന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അതേ മെത്തേഡ് ഒരു മാസം കൂടി കണ്ടിന്യൂ ചെയ്യാം. പിന്നീട് ഒരു എക്സാം കൂടി അറ്റൻഡ് ചെയ്യാം. എന്നിട്ടും നിങ്ങൾക്ക് മാർക്കിൻ്റെ കേസിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ടെങ്കിൽ അതുപോലെ എക്സാം വരെ കൊണ്ടുപോവുക ആ ഒരു മെത്തേഡ്. അപ്പം അങ്ങനെ പഠിക്കുമ്പം നിങ്ങൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ വീക്ക് ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് പഠിക്കേണ്ടത്. അല്ലാണ്ട് പഠിച്ച് തറവായ കാര്യങ്ങൾ ഒരുപാട് ടൈം വെച്ച് പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഒട്ടും അറിയാത്ത കാര്യങ്ങൾ ഉണ്ടാവില്ലേ. ഇപ്പം എനിക്ക് തോന്നുന്നത് കൂടുതൽ പേർക്കും ടഫായിട്ടുള്ള മേഖല എന്ന് പറയുന്നത് സ്പോർട്സ്, കല, കറണ്ട് അഫേഴ്സ്, ഇതൊക്കെ ആയിരിക്കും. അപ്പം ഏറ്റവും വീക്കായിട്ടുള്ള മേഖല കണ്ടെത്തിയിട്ട് നിങ്ങൾ പഠിക്കണം അങ്ങനെ ഒരു ടൈമിൽ. പല ആൾക്കാരുടെയും ധാരണ എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരുപാട് ടൈം എടുത്തിട്ട് പഠിച്ചു കഴിഞ്ഞാലേ ജോലി കിട്ടുള്ളൂ, ലിസ്റ്റിൽ കയറുള്ളൂ എന്നൊക്കെയാണ്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതായത് നമുക്ക് കിട്ടുന്നത് എത്ര കുറച്ച് സമയമായിക്കോട്ടെ, ആ ഒരു ടൈം നമ്മൾ എന്താ പറയുക വളരെ എഫക്റ്റീവായിട്ട് പഠിക്കുക. ആ സമയത്തും വലിച്ചു വാരി പഠിക്കാണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നോക്കി പഠിക്കുക. അതായത് വീക്കായിട്ടുള്ള ഏരിയ നോക്കി പഠിക്കുക. അപ്പം അങ്ങനെ പഠിച്ച് നിങ്ങൾ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യുമ്പം നിങ്ങളുടെ മാർക്കൊക്കെ കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഇത് നിങ്ങൾ ഏകദേശം സെറ്റാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മാക്സിമം PYQ ക്വസ്റ്റ്യൻ ചെയ്യണം. ഒരുപാട് ടെലഗ്രാം ചാനലിലില്ലേ ഇപ്പം PYQ പോളായിട്ടും അല്ലാതെയും ഇങ്ങനെ നമുക്ക് തരുന്നത്, ഫ്രീ ആയിട്ട് തരുന്നത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അറ്റൻഡ് ചെയ്യുക. അറിയാത്തത് നോട്ടിൽ എഴുതി വെക്കുകയും വേണം കേട്ടോ. ഈ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഇത് മൂന്നും കൂടുതലും ചോദിക്കുന്നത് PYQ തന്നെയാണ്. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അത് മുന്നേയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് SCERT ടെക്സ്റ്റ് വായിക്കുക എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കും 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് ഈ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ പഠിച്ച് തീർക്കും എന്ന് അല്ലേ, അതല്ലേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. അപ്പം ഈ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് എന്താ പറയുക ടെക്സ്റ്റ് ബുക്ക് ഫുള്ള് വായിച്ചിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്ന് കോൺഫിഡൻസ് ഉള്ളവർ മാത്രം അങ്ങനെ ചെയ്യുക. അല്ലാത്തവരെന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ SCERTയുടെ ക്യാപ്സ്യൂളായിട്ടുള്ള കണ്ടൻറ്റ് ഉൾക്കൊള്ളുന്ന നോട്ട്സ് ഉണ്ടാവില്ലേ, അതായത് ഞാൻ ഉദ്ദേശിച്ചത് SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ഷോർട്ട് റാങ്ക് ഫയലൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് പഠിക്കുക. അപ്പം ഒരു സൈഡിൽ നിന്ന് SCERT ബേസ് ചെയ്തിട്ട് അങ്ങനെ പഠിക്കാം, മറ്റൊരു സൈഡിൽ നിന്ന് നമ്മുടെ സിലബസിൽ മാർക്ക് കൂടിയ ഏരിയാസ് ഉണ്ടാവുമല്ലോ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ, കേരള ഭരണരംഗം, അതുപോലെ ഇമ്പോർട്ടൻ്റ് ലോ, ഇങ്ങനെയുള്ള ടോപ്പിക്കില്ലേ. അപ്പം അത് ഉൾക്കൊള്ളുന്ന മാക്സിമം കണ്ടൻറ്റ് നമുക്ക് ചിലപ്പോൾ ടെലഗ്രാം ചാനലിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ വഴിയോ അല്ലെങ്കിൽ റാങ്ക് ഫയലിൽ നിന്ന് കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം നമ്മൾ കണ്ടൻറ്റ് എടുത്തിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ പഠിക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു സബ്ജക്റ്റിന് ഇത്ര ടൈമേ ഞാൻ എടുക്കൂ എന്ന് വെച്ചിട്ട് നിങ്ങൾ എഴുതി വെക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് നോക്കുന്നതെങ്കിൽ ആ ഡേ ഫുള്ള് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയായിരിക്കും നോക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും 5 മാർക്കിലേ കിട്ടുള്ളൂ. പിന്നെ വേറെ ഏതൊരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടൂലല്ലോ. അപ്പം അങ്ങനെ ചെയ്യരുത്. എല്ലാ ടോപ്പിക്കിനും ഇത്ര ടൈം വെച്ചിട്ട് ആദ്യം എഴുതി വെക്കുക, എന്നിട്ട് അതുപോലെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ സിലബസിൻ്റെ എല്ലാ ഏരിയയിലും കുറച്ചെങ്കിലും നമ്മൾ എത്തുള്ളൂ. പിന്നെ നിങ്ങൾ PYQ ചെയ്ത് നോക്കുമ്പം അങ്ങനെയുള്ള ഏരിയയിൽ നിന്ന്, അതായത് അങ്ങനെയുള്ള ടോപ്പിക്കിൽ നിന്ന് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് ഹിസ്റ്ററി, ജിയോഗ്രഫി, ഇതൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ അത് മുഴുവൻ പഠിച്ചു തീരാനുള്ള സമയമൊന്നും നമുക്കിപ്പോൾ ഇല്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ PYQ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് കേരള ഹിസ്റ്ററിയിൽ നിന്നായാലും കേരള ജിയോഗ്രഫിയിൽ നിന്നായാലും ഏത് മേഖലയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ഭാഗങ്ങൾ കണ്ടെത്തി കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഈ 1887 വിപ്ലവം എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്ക PSC എക്സാമിനും കാണുന്നതാണ് അല്ലേ. അപ്പം അങ്ങനെ ആ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ നമുക്ക് SCERT പഠിക്കുമ്പം കിട്ടും. ബാക്കി കൂടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ റാങ്ക് ഫയൽ വഴിയോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസിലൂടെയോ ടെലഗ്രാം ചാനലിലൂടെ എങ്ങനെയാണോ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നത് അതിന് മാക്സിമം പോയിൻ്റ് നിങ്ങൾ എഴുതി വെച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ അതൊക്കെ മാക്സിമം യൂസ് ചെയ്യുക. ഓക്കെ.
അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ നിങ്ങൾക്കും ഈ ഒരു VFA എക്സാം ക്രാക്ക് ചെയ്യാനൊക്കെ പറ്റും. ഇതിപ്പോൾ ഞാൻ ഉറപ്പാണ് നിങ്ങൾക്ക് കിട്ടും എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഇതിൻ്റെയൊക്കെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചിരിക്കും. പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുമ്പോൾ ചിലപ്പോൾ എന്നോട് നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തേ ഇനിയും ജോലി കിട്ടിയില്ലേ എന്നുള്ളത്. എൻ്റെ അന്നത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇത്രയും അവേഴ്സ് ഇരുന്ന് പഠിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെയൊരു സിറ്റുവേഷനൊന്നും അത് പഠിക്കാനുള്ള ഒരു സിറ്റുവേഷനൊന്നും ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോഴും ഇങ്ങനെ തന്നെ പോകുന്നത്. പിന്നെ ഇപ്പം ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞുതരാൻ കാരണം എന്ന് വെച്ചാൽ മറ്റുള്ളവർ പഠിക്കുന്ന രീതിയും കാര്യങ്ങളും ഒക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ ഈ കാര്യം എൻ്റെ 2 ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് നല്ല മാറ്റമുണ്ട് മാർക്കിൻ്റെ കേസിൽ. അതായത് അവർക്കും കുറച്ച് സമയമേ ഉള്ളൂ ഇനി പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം കുറച്ചേ ഉള്ളൂ, അതായത് മുന്നേ പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊന്നും അല്ല. അപ്പം ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പറ്റുമെങ്കിൽ ഫോളോ ചെയ്യാം. എല്ലാത്തിലുപരി നിങ്ങളെടുക്കുന്ന എഫേർട്ടിലായിരിക്കും കേട്ടോ വിജയം. അത് ഞാൻ എടുത്ത് പറയുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.